വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ദുരിതത്തിൽ. കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഫേസ്ബുക്ക് പ്രേമം. കാമുകയായ തിരുവനന്തപുരം സ്വദേശിനി കാമുകനെ തേടി കാസർഗോഡെത്തി. ഹേ മനുഷ്യ, നിങ്ങളിങ്ങനെ പത്രത്തിൽ കാണുന്ന വേണ്ടാതിനും വായിച്ചോണ്ടിരുന്നോ? ഇന്നും പണിക്കൊന്നും പോകുന്നില്ല? ഇന്ന് പണിയില്ല സോമിനി. ഓ, എപ്പോ ചോദിച്ചാലും പണിയില്ല പണിയില്ല. ഇങ്ങനെ വെറുതെ ഇവിടെ കുത്തിയിരുന്ന പണിയുണ്ടാവോ മനുഷ്യ? വേലുവേട്ടാ, എന്താ സോമിനി? ഒരു 100 ഉറുപ്പിക ഉണ്ടാ കട എടുക്കാൻ? എന്തിനാ എനിക്ക് 100 രൂപ? ഫോണ് റീചാർജ് ചെയ്യാനാ. ഫോൺ റീചാർജ് ചെയ്യാനോ? അതെ, ഒറ്റ പൈസ ഇല്ല ഫോണില്. ഒന്ന് മിസ് അടിക്കാൻ പോയി. ഇന്നലെ അല്ലേ 100 രൂപ ഞാൻ നിനക്ക് റീചാർജ് ചെയ്ത് തന്നത്? ഓ, അത് ഇന്നലെ തന്നെ തീർന്നു. ഒരുത്തി വിളിച്ചിട്ട് പറഞ്ഞു 1 അമർത്ത് 2 അമർത്ത്. ഞാൻ ഓള് പറയും പോലെ അങ്ങ് ചെയ്തു. പിന്നെ ഫോണിൽ മിസ് അടിക്കാൻ പോലും പൈസ ഇല്ല. നിന്റെ കൊണ്ട് ഞാൻ തോറ്റല്ലോ സോമിനി. അച്ഛാ, എനക്കൊരു കാര്യം പറയാൻ. എന്ത് കാര്യം? എനക്കൊരു നല്ല ഫോൺ വാങ്ങി തരണം. ഇപ്പൊ നിന്റെ കയ്യിലെ ഫോൺ എന്ന പ്രശ്നം? അത് ലോക്കൽ ഫോണാ അച്ഛാ. എനക്ക് നല്ല വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കിട്ടുന്ന ഫോണാണ്. ചെക്കന് നല്ല ഫോൺ വാങ്ങിക്കൊടുത്തൂടെ നിങ്ങൾക്ക്? ഇപ്പൊ ടച്ച് ഫോണില്ലാതെ പിള്ളേരുണ്ടോ ഭൂമി മലയാളത്തില്? നീ വേണ്ടി പോയരുത്. എടാ, 2 മാസത്തോളമായി ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ കുത്തിരിക്കുക. ഇതൊന്നും നീ കാണുന്നില്ലേ? ഓ, എപ്പോ നോക്കിയാലും പണിയില്ല പണിയില്ലാന്ന്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നിങ്ങളെ ഒടുക്കത്തെ പണിയില്ലായിത്തം. എന്റെ മോൻ വിഷമിക്കണ്ട. അമ്മ കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് മോനെ നല്ല ഫോൺ വാങ്ങിത്തരാം. മോൻ പോയി പല്ലിലേക്ക്. അമ്മ ചായ എടുത്ത് വെക്കാം. കുടുംബശ്രീയിലെ ലോൺ അടക്കാൻ എന്റെ മുമ്പ് കൈ നീട്ടണ്ട. ഒന്ന് പോയാട്ടെ. നീ ഒറ്റ ഒരുത്തിയാ ഇവിടെ വശനാക്കുന്നു. നാട് നാടായി, നാട് നഗരമായി, നഗരമോ മാറിയതായി. എടോ, പ്രാന്തമാനെത്തിയല്ല. കാടും നാടും മാറിയതായി. ആ, പഹയം വന്നല്ല. കൊറേ കാലായല്ല ഈ ഭാഗത്തന്നെ കണ്ടിട്ട്. എവിടെ പോയി കിടക്കാന്ന്? മൊയ്തുക്ക, കുറച്ച് വെള്ളം വേണം. ഇപ്പൊ തരാം. ഒരു ചായ. വികസനത്തിന് പേര് പറഞ്ഞ് കട്ടുമുടിക്കും കാട്ടാള, തൊഴിലില്ലാതെ പെൻഷനില്ലാതെ അലിയുന്നല്ലോ നാട്ടാരും എന്നാണല്ലോ ബാലാന്ന് ഇത്രയും കാലം പാടി നടന്നത്. എപ്പോ ഒന്നെന്നെ പാടി നടന്നിട്ട് കാര്യമുണ്ട് കേട്ടാ. ഇന്ന കുറേശ്ശെ കുടിക്കുവാല. പിന്നെ നാട്ടിലൊന്നും വെള്ളമില്ലാത്ത കാല വരാൻ പോന്ന്. ഏടെ വെള്ളം ഉണ്ടാവുക? കാടായ കാടെല്ലാം കത്തിക്കരിഞ്ഞു, മരമായ മരമെല്ലാം വെട്ടിക്കളഞ്ഞു, കുന്നായ കുന്നെല്ലാം നിരത്തിക്കളഞ്ഞു. പിന്നെ എങ്ങനെയാ ഭൂമിയിൽ വെള്ളം ഉണ്ടാവുക? നിന്റെ ഒരു പാട്ട്. നീ പാട്ട് നിർത്തി ചായ കുടിച്ചാൻ പാല. കാര്യം പറയുന്ന എനക്ക് ഭ്രാന്താന്ന്. നട്ടഭ്രാന്ത്. അതൊന്നും കാട്ട്. നീ ചായ കുടിക്ക്. ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് അടുത്ത തലമുറ നെട്ടോട്ടം ഓടുമ്പം തിരിയും. ആരിക്കാ ഭ്രാന്ത്? ആരിക്കാ ഭ്രാന്ത്? ആരിക്കാ ഭ്രാന്ത്? എന്താ സാർ വിളിപ്പിച്ചത്? തോമസേ, ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിയ വയലാണിത്. 5 ഏക്കറുണ്ട്. ഇത് മുഴുവൻ മണ്ണിട്ട് നിർത്തണം. അതൊക്കെ ഞാൻ ഏറ്റു. ആരെങ്കിലും എതിർപ്പുമായി വരുമോ? എതിർപ്പുകളൊക്കെ നാലഭാഗത്തുണ്ടാവും. അത് മറികടക്കാനല്ലേ പണം. പണം കാണിച്ചാൽ വീഴാത്ത ഇത് നേതാവാണോ നമ്മുടെ നാട്ടിലുള്ളത്? അവരെ ഞാൻ വീഴ്ത്തും, നീ തട്ടിക്കോ. ഭാസ്കരൻ മുതലാളി, പണം കൊടുത്താൽ എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയക്കാരാ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഈ നെൽവയൽ മണ്ണിട്ട് നികത്താൻ ഞാൻ വിടൂല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഇത് ഞാൻ വില കൊടുത്ത് മേടിച്ച മണ്ണാണ്. ഇവിടെ ഞാൻ എന്തും ചെയ്യും. നിങ്ങളുടെ മണ്ണാണെങ്കിലും ഇത് പ്രകൃതിയാണ്. അതിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വയലുകളും കുന്നുകളും തലമുറകളായി കിട്ടിയ സ്വത്താണ് നമുക്ക്. ഇത് ഇങ്ങനെ തന്നെ അടുത്ത തലമുറക്ക് നമ്മൾ കൈമാറും. മതി, നിർത്തടാ അതിന്റെ അധിക പ്രസംഗം. വയലായ വയലെല്ലാം മണ്ണിട്ട് മൂടിയാൽ ചോറിന് പകരം മണ്ണ് തിന്നേണ്ടി വരും. ഇപ്പൊ തന്നെ ആവശ്യത്തിന് മഴ കിട്ടുന്നുണ്ടാ? നിനക്ക് നട്ടപ്രാന്താണ്, നട്ടപ്രാന്ത്. അത് പറഞ്ഞത് നേരാണ്. എനക്ക് നട്ടപ്രാന്താണ്. നട്ടപ്രാന്ത്. നട്ടപ്രാന്ത്. നട്ടപ്രാന്ത്.
ആരോട് പറയാൻ? മുതലാളി മണ്ണ് ഞാൻ നാളെ തന്നെ തട്ടിത്തരാം. ആരെങ്കിലും എതിർപ്പുമായി വന്നാലോ? അതിനൊക്കെ പരിഹാരം ഈ വാസന കണ്ടോളാം. നീ പറഞ്ഞ പണിയും നാളെ തന്നെ. ശരി. നീ ആരാടാ? നിനക്കെന്താ വേണ്ടേ? ഒന്നിടിക്കരുത്. അതുവരെ നീ ആരാടാ? കലക്ടറാ? കോഴികളെ, എന്നെ കൊന്നിട്ട് അമ്മേ. ഇതിനെ കൊന്നിട്ടേ ഞാൻ ഇറങ്ങും. കൊന്നിട്ട് നീ എന്നോട് ആക്കോ കൊല്ലു നിന്നോടോ. എന്നെ കൊന്നിട്ടേ ഇവിടെ കുന്നിടിക്കാൻ കഴിയൂ. അതിന്റെ മക്കളെ, അവന്റെ ഒരു പ്രകൃതി സ്നേഹം. വണ്ടി എടുക്കടാ. ഈ മഹാപ്രകൃതിയൻ നമ്മയെന്നും ഈ ഹൃദയസ്പന്ദന താളമെന്നിൽ ഈറൻ കുളിർകാറ്റലയിൽ നീന്തി നീങ്ങി ഞാൻ മൺമടിത്തട്ടിലേകൻ കുന്നിൻ കരളിലെ നീർക്കണങ്ങൾ ഊറ്റിക്കുടിക്കുമ്പോൾ എൻ്റെ രക്തം വറ്റി വരളുന്നു ദുഃഖ സത്യം. കണ്ണീർ തുടക്കുന്നു നിത്യസാക്ഷ്യം. കണ്ണീർ തുടക്കുന്നു നിത്യസാക്ഷ്യം. തൈമരത്തണലൻ സ്നേഹലോകം സ്വപ്നങ്ങൾ പൂക്കുന്ന ജീവശാഖ വേരറ്റുപോം നന്മ മരങ്ങളെ നാം വാരിപ്പുണർന്ന് പരിപാലിക്കണം. വാരിപ്പുണർന്ന് പരിപാലിക്കണം. ആ എപ്പാടാ നിനക്ക് പരീക്ഷ തുടങ്ങുന്നത്? അടുത്ത ആഴ്ച. എന്നിട്ടാണോ നീ ഫോണിൽ കളിക്കുന്നത്? നിങ്ങളെന്തിനാ ഇങ്ങനെ ചെക്കനെ പഠിപ്പിക്കുന്നത്? ഫോണിന്റെ കാര്യല്ലേ, അവന് പഠിക്കണ്ടേ? പഠിക്കണം പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. നല്ല പഠിപ്പന്നെ. മോനെ, നീ സെൽഫി എടുക്കാൻ പഠിച്ചുവോ? അതൊക്കെ എപ്പോഴേ പഠിച്ചു അമ്മേ. വേലുവേട്ടാ, വാ നമുക്കൊന്ന് സെൽഫി എടുക്കാല. സെൽഫി അല്ല, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഈ ആളൊരു പഴഞ്ചൻ ചിന്താധിക്കാരനാ. വാ മോനെ, അച്ഛനില്ലെങ്കിൽ നമുക്ക് സെൽഫി എടുക്കാം. നാട്ടുപ്രമാണിയം ഭാസ്കരൻ മുതലാളി നാട്ടിലെ വയ ഒന്നൊന്നായി മണ്ണിട്ട് ആ പ്രാന്തമ്പാലം വരുന്നുണ്ട്, നമുക്ക് സെൽഫി പിന്നെ എടുക്കാം. ഓൻ വന്നിട്ട് പോട്ട്. ഒന്നൊന്നായി മണ്ണിട്ട് മൂടിക്കളഞ്ഞു. വേലായുധേട്ടാ. അല്ല ബാല, നിന്നെ ഭാസ്കര മുതലാളിന്റെ ആൾക്കാർ അടിച്ച് പെരക്കിന്ന് പറയുന്നിട്ടല്ല. അതൊരു ചെറിയ പ്രശ്നാപ്പാ. ബാലനോ? നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ല. ഞാൻ ഇടയിലുണ്ടപ്പാ. നീ എന്തിനാ ബാല വേണ്ടാത്ത പണിക്ക് പോന്ന്? അയാള് കുന്നിടിക്കുകയോ വയല നികത്തോ എന്ത് വേണേ ചെയ്തോട്ടെ. ഇല്ല വേലായുധേട്ടാ, ഈ അനീതിക്കെതിരെ ഞാൻ ഇനിയും പ്രതികരിക്കും. എനക്ക് ഭ്രാന്താണ്, പക്ഷേ മണ്ണ് തൊട്ട് കളിക്കാൻ ഞാൻ വിടൂല, ജീവൻ പോയാൽ. സൗമിനേച്ചി, കുറച്ച് വെള്ളം തന്നാട്ടെ. ഇപ്പൊ തരേ. ബാല, നീ എന്തെങ്കിലും കഴിച്ചിരാ? കുറച്ച് കഞ്ഞി കുടിച്ചോ? വേണ്ട വേലായുധേട്ടാ, കൃഷ്ണാട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കപ്പ തിന്നിട്ടാണ് ഞാൻ വരുന്നത്.
ഇന്നാ ബാല. സൗമിനേച്ചി കഞ്ഞിക്കെന്ന കൂട്ടാൻ? സാമ്പാറും ഇന്നലെ വെച്ച അയിലക്കറിയുണ്ട്. എന്താ നിനക്ക് വേണ? എനക്ക് വേണ്ടപ്പാ, ഇനി ഇതിലേക്ക് ഒന്നും കേറിയില്ല. അല്ല സൗമിനേച്ചി, നിങ്ങളെ പറമ്പിൽ എത്ര ചക്ക വീട് നശിക്കുന്നുണ്ട്, അതെല്ലാം പറിച്ച് കറി വെച്ചൂടെ? ഒരു ചക്ക പറിച്ച് ചുളയെടുത്ത് വൃത്തിയാക്കി കറി വെക്കാൻ തന്നെ വലിയ പാടാ. കയ്യിലുള്ള വളഞ്ഞറ് കളിയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നീ ഒട്ടും ഞാനൊന്നും പറയണ്ട, പറ്റൂലെങ്കിൽ അത് പറഞ്ഞാൽ മതി. മോളിലുള്ള ചക്ക ഒക്കെ കെട്ടി പറിച്ച് വൃത്തിയാക്കുമ്പോ നിങ്ങളൊരു കൈ സഹായിക്കലുണ്ടാ? എന്റെ സൗമിനേച്ചി, നിങ്ങൾ ഈ വിഷം പോരട്ടെ പച്ചക്കറിയെല്ലാം പീടിയെന്ന് മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ പോഷക സമൃദ്ധമായ ചക്ക കറി വെച്ചിട്ട് തിന്നുന്നത്? ഇത് പറയാനാ ബാല നീ ഇങ്ങോട്ട് വന്നിന്? ഞാൻ എൻ്റെ പ്രാന്തം ബുദ്ധിയിൽ എന്തെല്ലോ പറയുന്നു. നമ്മളാരും നന്നാവൂല, കാടായ കാടെല്ലാം. അമ്മേ, ഇത് കണ്ട ബാലേട്ടൻ പ്രകൃതിയെ പറ്റി പറയുന്ന വീഡിയോ. ഞാനിത് വൈറലാക്കും. വൈറലാ? അതെങ്ങനെയാക്കുവാ? വേലായുധ, പത്രത്തിന്റെ പൈസ ഉണ്ടാ? അടുത്ത മാസം തരാം. ക്ലബിന്റെ കുറിയുണ്ട്, അത് വിളിക്കണം. 5 മാസത്തെ പൈസ ഉണ്ട്. അറിയാം, എല്ലാം ഒന്നിച്ച് തരാം. ശരി വേലായുധ. നാട് പുരോഗമിക്കുക എന്ന് മന്ത്രിമാര് പറയുമ്പോഴും നാട്ടില് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതൊന്നും പറയണ്ട മോയതുക്ക, 2 മാസമായിട്ട് ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുകയാണ്. വേലായുധ, നീ 2 മാസമല്ലേ ആയുള്ളൂ? ഞാൻ 5 മാസമായി ഈ കൈ കൊണ്ട് പണിക്കൂലി വാങ്ങിയിട്ട്. പഠിക്കേണ്ട കാലത്ത് പഠിച്ച് സർക്കാർ ഉദ്യോഗം വാങ്ങിച്ചവർക്ക് ഇന്നീ നാട്ടിൽ ജീവിക്കാൻ പറ്റൂലൂ. ജോലിന്ന് പിരിഞ്ഞാലും അവരെ ശമ്പളം പെൻഷനായിട്ട് അക്കൗണ്ടിൽ വന്നോളും. നമ്മുടെ കാര്യം പിന്നെയും കട്ടപ്പോകാം. അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഈ പീടിയിൽ ഒരു ചായ കിട്ടുക? നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് കണ്ടില്ലല്ലോ. എവിടെയാ നിങ്ങളെ നാട്? ഞാൻ കുറച്ച് ദൂരെ നന്മകൾ തേടി ഇറങ്ങിയതാ. പടച്ചാന്, ഇന്നത്തെ കാലത്ത് നന്മകളാ. ഇത് നല്ല കാര്യം. നമ്മുടെ ബാലൊരു അതെ, അതെ. കൂട്ടായി എന്നാ തോന്നുന്നു. നിങ്ങൾക്ക് ചായയല്ലേ വേണ്ട? അപ്പുറത്തിരുന്നോ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. എന്നെ ഒറ്റക്കാക്കി എങ്ങോട്ടാ പോയത് മോളെ? നീ എങ്ങോട്ടാ മോളെ പോയത്? നിങ്ങൾ എന്റെ മോളെ കണ്ടിനാ? ഇല്ലല്ല. നിങ്ങൾ എവിടുന്നാ? കൊറേ തെക്കുന്ന. ഇവിടെ എങ്ങനെ എത്തപ്പെട്ടു? മക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണോ? നമുക്ക് മൂകാംബിയിൽ പോകാന്നും പറഞ്ഞ് എന്റെ മോളെ എന്നെ കൂട്ടി ഇറങ്ങിയതാ. ഏതോ ഒരു ചേട്ടിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങിയതാ. ചായ വാങ്ങി തരാന്ന് പറഞ്ഞ് എന്നെ ചേട്ടിലിട്ടിട്ട് പോയതാ. അവളെ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി നടന്നത്. എന്റെ മോളെ കണ്ടിനോ നിങ്ങൾ? കഷ്ടം തന്നെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് എന്റെ മോളെ കാണണം. നിങ്ങളുടെ മകൾ
ഇനി ഒരിക്കലും നിങ്ങളെ തേടി വരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യോ എന്റെ മോൾക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, അവിടെ ഇനി വരില്ല, അത്ര തന്നെ. പ്രായമായവർ മക്കൾക്കൊരു ഭാരമാണ്, നമ്മളെ ഒന്നിനും കൊള്ളുകയല്ലോ. അപ്പോൾ അമ്പലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ അവർ നമ്മളെ ഉപേക്ഷിക്കും. അങ്ങനെയുള്ളൊരു കഥ ഭാഗ്യവനാണ് ഞാൻ. എന്റെ മോളെ എന്നെ നിനക്ക് അത്രക്കും വേണ്ടതായോ? നൊന്ന് പ്രസവിച്ച എന്നെ. പ്രിയപ്പെട്ട സഹോദരി, കണ്ണീരിന്റെ വിലയറിയാത്ത ബന്ധങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കുന്നതേ നിവൃത്തിയുള്ളൂ. ഞാനിനി എങ്ങോട്ട് പോകും? പോകാൻ നിങ്ങൾക്കൊരിടമുണ്ട്. രക്തബന്ധത്തെക്കാളും സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരിടം എനിക്കുണ്ടമ്മേ. നമുക്ക് അങ്ങോട്ടേക്ക് ചേക്കേറാം. സ്വാർത്ഥമോഹങ്ങളുടെയും അധാർമികതയുടെയും അതിർവരമ്പുകൾ ഭേദിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ മനുഷ്യത്വത്തിനും സഹജീവി സ്നേഹത്തിനും സ്ഥാനമില്ലെന്ന് ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെടുമ്പോഴും ഉറവ പറ്റാത്ത മനുഷ്യസ്നേഹത്തിന്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും ഹൃദയത്തുടിപ്പുകളുള്ള ചിലരെങ്കിലും നമുക്കിടയിലുണ്ട്. അവരുടെ സ്നേഹം നിലാവ് പോലെ ഈ ഭൂമിയിൽ പെയ്തുകൊണ്ടേയിരിക്കും.